എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മോഹിനിയോട് പിങ്കി പറയണം, ഒരു പക്ഷെ ഗാഥ ഇവിടെ വന്നതിന്റെ പിന്നില് എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും മോഹിനിയോട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവോ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പിങ്കി പറഞ്ഞ് പറയാൻ പറ്റില്ല, ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒരു പക്ഷെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബാഗും ഇതും കൊണ്ടുവന്നിട്ടില്ലായിരുന്നോ, ആ ബാഗിനകത്ത് ചിലപ്പോൾ അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയിരിക്കും, നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ലക്ഷ്മിയമ്മ പുറത്തെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ്ട് ബൈക്ക് വന്നിരുന്നത്. ബൈക്കിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങുവാണ്. വന്നിട്ട് ലക്ഷ്മിയമ്മ ആരാന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേര് ഹേമന്ത് എന്ന് പറയണം. അല്ല എന്താ? അല്ല, ഞാൻ ഇവിടുത്തെ ഗാഥയുടെ അച്ഛൻ്റെ പെങ്ങടെ മോനാന്ന് പറയണം. ഇത് കേട്ട രശ്മി, ആണോ, എന്നാ ബാ കയറി വരാൻ വേണം. അല്ല ആന്റി, എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഗാഥേനെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഗാഥ ഇവിടെ ഇല്ലല്ലോ, അവൾ ക്ഷേത്രത്തിൽ പോയേക്കാണല്ലോ എന്ന് പറയാണ്. അല്ല, അച്ഛന്റെ പെങ്ങടെ മോനെന്ന് പറയും മുറച്ചെറുക്കനല്ലേ ഗാഥയുടെ? അതെ ആന്റി എന്ന് പറയാണ്. അല്ല, വീട്ടിൽ ആരൊക്കെയുണ്ട് മോന്റെ? എൻ്റെ വീട്ടില് അമ്മ മാത്രമേ ഉള്ളെന്ന് പറയണം. അമ്മയും ഞാനും ഒറ്റയ്ക്കാന്ന് പറയാം. ഓ അങ്ങനെ, എന്നാ ബാ മോനെ, വന്നുള്ള ചായ കുടിച്ചിട്ട് പോവാന്ന് പറയണം. വേണ്ട ആന്റി, എനിക്ക് അല്പം ധൃതിയുണ്ട്, പാസ്പോർട്ട് ഓഫീസ് വരെ പോകണം. അല്ല മോൻ എന്ത് ചെയ്യുക? ഞാൻ IT ഫീൽഡിലാന്ന് പറയാം. ഓ ശരി ശരി. അല്ല, ഇപ്പൊ ഗാഥനെ കാണാൻ വന്നായിരിക്കും അല്ലേ? കുറച്ച് സമയം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അവള് വരുമെന്ന് പറയണേ. സാരമില്ല, അവള് വരുമ്പോൾ ഞാനൊന്ന് വന്നെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആന്റി, അവൾക്കൂടെ വേറെ കുഴപ്പമൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിക്കണേ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ലെന്ന് പറയാം. നിങ്ങൾ വലിയൊരു ആപത്തിൽ നിന്ന് തന്നെയാണ് അവളെ രക്ഷിച്ചത്. ഞങ്ങൾക്ക് പോലും അവളെ രക്ഷിക്കാൻ സാധിക്കില്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട്. ഈ നന്ദിയും കടപ്പാടും എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിയില്ല എന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് താമസിക്കണേന്ന് ചോദിക്കുക. ഞങ്ങളും ചെമ്പമ്മേട് തന്നെ ആന്റി താമസിക്കണേന്ന് പറയാ. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് ഒരേ ഒരു നിർബന്ധം, അമ്മ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നേ. ഗാലയുടെ ആണെങ്കിൽ പഠിപ്പ് കഴിയട്ടെ എന്നോർത്താ ഇത്രയും കാലം നിന്നേ. ഞാന് അവളുടെ മുറച്ചെറുക്കനാണല്ലോ, ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞോണ്ടാ അമ്മ ഇരിക്കണേന്ന് പറയാണ്. ഇത് കേട്ടതും ലക്ഷ്മി ആഹാ കൊള്ളാലോ, അത് നല്ലൊരു കാര്യമുള്ളതെന്ന് പറയണം. അതിന്റെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നേ, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി. അത് കുഴപ്പമില്ല, ഞാൻ ഇടയ്ക്ക് അവളെ കാണാൻ വന്നോളാം. എനിക്ക് അവളെ കണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. ലക്ഷ്മിയമ്മയ്ക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല. ശരി മോനെ, എന്നാ ശരി, ഞാൻ ഗാഥ വരും പറഞ്ഞേക്കാന്ന് പറയണം. അങ്ങനെ ഹേമന്ത് അങ്ങോട്ട് പോവാണ്. ഹേമന്ത് പോയി കഴിഞ്ഞ ഉടനെ ഗാഥയും നന്ദയും കൂടെ വരുവാണ്. അപ്പൊ അവരെ കണ്ടോടെ ലക്ഷ്മിയമ്മ ഓടിച്ചിട്ട് ഒരു 5 മിനിറ്റ് മുമ്പേ വരണ്ടായിരുന്നു പറയും. എന്താ അമ്മേ, എന്താന്ന് നന്ദി ചോദിക്കണം. അതെ, ഗാഥമോളെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പറയണേ. ആര്? ഓ ഒന്നും അറിയത്തില്ല, അതുപോലെ പഠിത്തം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, എന്നിട്ട് എന്റെ അടുത്ത് വെറുതെ അഭിനയിക്കണ്ടെന്ന് പറയാം. അമ്മ ആരെ കുറിച്ചാ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം. അപ്പൊ നന്ദയോട് ചോദിച്ചു, നിനക്കും അറിയത്തില്ല നന്ദമോളെന്ന് ചോദിക്കുകയാണ്. ഇല്ല, അതെ ഇപ്പോഴേ ഗാഥയുടെ അച്ഛന്റെ പെങ്ങളെ മോനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഹേമന്ത്. ഇത് കേട്ടതും ഗാഥയും നന്ദി ഒരു നിമിഷം ഞെട്ടി. കാരണം അവരങ്ങനത്തെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന. രാജേന്ദ്രൻ പോലും സാങ്കല്പിക കഥാപാത്രമാണല്ലോ. അതെ, അവൻ ഗാഥമോളെ കാണാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ചേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ, അവന് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അങ്ങോട്ട് പോയെന്ന് പറയാണ്. അല്ല മോളെ, അവനെങ്ങനെ നല്ല പയ്യനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുകയെന്നും പറഞ്ഞു. ഉടനെ കല്യാണം ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗാഥ പറഞ്ഞു, അല്ലാണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഗാഥ അങ്ങോട്ട് വിൽക്കുവാണ്. ഗാഥയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായി പോയായിരുന്നു. പിന്നീട് അവരകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ലക്ഷ്മി അമ്മയ്ക്ക് പ്രത്യേക സംശയമൊന്നും തോന്നിയില്ല. ഈ സമയത്ത് മുറിയിലാണെങ്കിൽ ഗാഥയുടെ മുറി അരിച്ചു പെറുക്കുവാണ് ലക്ഷ്മി. പവിത്രയും മോഹിനിയും പിങ്കിയും എല്ലാരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ഒന്നും കിട്ടിയില്ല. അവസാനം ഇങ്ങനെ ഒരു ബുക്കും എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഡയറി അതിനകത്ത് ചാടി. ആ ഡയറിക്കകത്തുനിന്ന് ഒരു ഫോട്ടോ അങ്ങോട്ട് ചാടി. ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന മഹേശ്വരനും ഗാഥയും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരുന്നു. ഭാഗ്യത്തിന് ആ സമയത്താണ് നന്ദയുടെയൊക്കെ സംസാരം താഴെ കേട്ടത്. പെട്ടെന്ന് തന്നെ അവിടെ ഇട്ടിട്ട് അവർ മുറിക്കെത്തുന്ന പുറത്തേക്ക് അങ്ങോട്ട് ഓടുവാണ്. കാരണം ഈ സമയത്ത് എങ്ങാനും കയറി വന്നിട്ടുണ്ടെങ്കിൽ മുറി തുറന്നിങ്ങനെ സെർച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ. അതുകൊണ്ട് അവർ ആ ഫോട്ടോ പോലും ശ്രദ്ധിച്ചില്ല. അത് താഴെ വീഴുന്ന കണ്ടുമില്ല കേട്ടോ. ഈ സമയത്ത് മുകളിലേക്ക് കയറി വന്നിച്ചിട്ട് മഹേശ്വരൻ അങ്ങോട്ട് ഇറങ്ങിച്ചിരുന്നേ. അപ്പം മഹേശ്വരനോട് ലക്ഷ്മിയമ്മ പറഞ്ഞു, മഹേശ്വരേട്ടാ ഇപ്പൊ വേണ്ടേ, ഗാഥയുടെ മുറിച്ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഗാഥയുടെ മുറിച്ചെറുക്കനോ? അതാരാ? ഓ, ഒരു ഹേമന്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ, കാണാനൊക്കെ കൊള്ളാം, IT പ്രൊഫഷനിലാന്നാ പറഞ്ഞേ. നമ്മളോട് ഈ കാര്യമൊന്നും ഗാഥ പറഞ്ഞിരുന്നില്ലല്ലോ, രാജേന്ദ്രന്റെ പെങ്ങടെ മോനാന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ മഹേശ്വരനായ അവർക്ക് അറിയായിരിക്കുമല്ലോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് മഹേശ്വരൻ ഒന്ന് ഞെട്ടി. എന്താ മറുപടി പറയണേ? മഹേശ്വരൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അത്രയും ഓർക്കുന്നില്ല എന്ന് പറയണം. വന്നിട്ടുണ്ടായിരുന്നു,
പിന്നെ ഗാഥയുടെ മുറിച്ചെടുക്കനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി ഇരിക്കാനൊക്കെ പറഞ്ഞ, പക്ഷെ അവൻ ഇച്ചിരി തിരക്കുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയെന്ന് പറയാണ്. ഈ സമയത്ത് മഹേശന് നിന്ന് വേർക്കുവാണ്. എന്റെ ദൈവമേ, ഒരു പുതിയൊരു കഥാപാത്രം കയറി വന്നിട്ടുണ്ട്. ഇതിപ്പോ കൂനിമേ കുരിശായെന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്ങനെ ഇതിനകത്തൊന്ന് തല ഉയരാൻ പറ്റും? ലക്ഷ്മി എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പെട്ടെന്ന് നന്ദേനെയും ഗാഥനെയും വിളിച്ചുകൊണ്ട് മഹേശൻ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ ചോദിച്ചു, ഇത് എന്തൊക്കെയാ നന്ദയെ കേൾക്കണേ? എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ നന്ദയൻ പറഞ്ഞു, അതാ അയച്ചാ എനിക്കും മനസ്സിലാകത്തേ. ഈ ഹേമന്ത് അതാരാ? അയാൾ എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട മഹേശൻ പറഞ്ഞു, എനിക്കറിയില്ല. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞപ്പല്ലേ നമ്മൾ ഈ കാര്യം അറിയുന്നേ. ഇത് ആരുടെ കളിയാന്നറിയത്തില്ല. നമ്മുടെ ഈ നാടകം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് വേറെ ആരോ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ പുതിയൊരു അവതാരത്തിനെ കൂടെ ഇറക്കിയേക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ഇനി രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദ പറഞ്ഞു, ഇത് നമ്മുടെ തലയെ കെട്ടിവെച്ച ആരാ നമുക്കറിയത്തില്ല. ഒരു പക്ഷെ ഇനി പിങ്കിയാണോ വെച്ചാ? പിങ്കിയാണോ നമ്മുടെ നീക്കങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇനി അവളാണ് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നിരിക്കുന്നത്? പറയാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ട മഹേശൻ ശരിയാ, ഒരു പക്ഷെ പിങ്കി ആയിരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നേ. അവളാണോ? പക്ഷെ നന്ദയ്ക്ക് അത്രയ്ക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവൾക്ക് ഇത്രമാത്രം തലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയൊരു നാടകം അവള് കളിക്കുവോ? ഒരു കാരണവശാലും അവള് ചെയ്യാൻ വഴിയില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നച്ചാ. അങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കണം. കാതയുടെ ജീവൻ അപകടത്തിലാന്ന് പറയണം. മഹേശനും അത് മനസ്സിലായി. ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടായി കഴിഞ്ഞപ്പം അവർക്ക് ബന്ധുക്കളെയും കൂടെ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം സ്ട്രോങ് ആയിട്ട് പുറകെ വേറെ ആരോ ഉണ്ട്. ഈ സമയത്താണ് മഹേശന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. മഹേശൻ കോൾ എടുത്തിട്ട് പറയാണ്, അങ്ങേ തലയ്ക്ക് ബാലാജിയാണ്. അപ്പം ബാലാജി എനിക്ക് ഇച്ചിരി സംസാരിക്കാണെന്ന് പറയണേ. ഇത് കേട്ടത് മഹേശൻ പറഞ്ഞു, ഞാൻ അല്പം തിരക്കില്ലാന്ന് പറയണം. എനിക്ക് മനസ്സിലായി, ഓ മകൾക്ക് ഇപ്പം കല്യാണാലോചന മുറുകി ഇരിക്കുമായിരിക്കും, അതായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടത് മഹേശൻ പറഞ്ഞു, നീ എന്താ പറഞ്ഞേന്ന് ചോദിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങളുടെ മകൾക്ക് കല്യാണാലോചന. ഓ, ഇനിയിപ്പൊ എന്നിൽ നിന്ന് മറച്ചു വെക്കാനായിരിക്കും ഇല്ലേ? ഇനിയിപ്പൊ നിങ്ങൾ ഓർക്കുന്ന എങ്ങനെയായിരിക്കും അവനവിടെ വന്നേന്ന്? ഹേമന്ത് ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാ വന്നേന്ന്? എന്റെ വിളി വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മഹേഷിന്റെ ഒരു കാര്യം മനസ്സിലായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ബാലാജിയാണ്, വേറെ ആരുമല്ല. നിങ്ങളൊരു സാങ്കല്പിക കഥാപാത്രമേ ഉണ്ടാക്കി മഹേശ്വര, പക്ഷെ അവർക്ക് ബന്ധുക്കാർ വേണ്ടേ? ബന്ധുക്കാരില്ലാതെ എങ്ങനെ ശരിയാവും? അപ്പൊ ഞാൻ അങ്ങനെ ബന്ധുക്കാരെ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് പറയാണ്. ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, എന്നോട് കളിക്കരുതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ബാലാജി പറഞ്ഞു, അതാ എനിക്കും പറയാനുള്ളത് എന്നും പറഞ്ഞ് ബാലാജി അങ്ങോട്ട് കോളം കൂടെ കട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് നന്ദി വെച്ച്, ആരാച്ചാ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അത് അവനാ ഇതിന്റെ പിന്നില്, അവൻ എല്ലാത്തിനും കാരണം, അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മഹേശൻ അങ്ങോട്ട് പോവാണ്. പക്ഷെ മഹേശനോട് ആരാ എന്താന്ന് ചോദിച്ചിട്ട് മഹേശനൊന്നും പറയാൻ കൂട്ടാക്കില്ല. നന്ദയ്ക്കും ഗാഥയ്ക്കാണ് എന്താന്ന് പോലും കാര്യങ്ങൾ മനസ്സിലായില്ല. ആരോ ഇതിന് പിന്നിലുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന ബാലാജിയുടെ അടുത്തേക്ക് മഹേശനും ചെല്ലുവാണ്. ബാലാജിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മഹേശൻ പറഞ്ഞു, ബാലാജി എന്റെ മോളാ അവളെ ഒന്നും ചെയ്യരുതെന്ന് പറയാണ്. ആഹാ, അപ്പൊ അപേക്ഷിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? പിന്നെ നിങ്ങൾക്കൊരു വിചാരം കാണുമായിരിക്കും, ഞാൻ എങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേന്ന്. നിങ്ങളുടെ മോളാ അവളെന്നുള്ള ഞാൻ ഈ ചെമ്പമ്പേടി തന്നെയല്ലേ മഹേശന സാറേ? പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് മഹേഷ്, നിനക്ക് എന്താ ബാലാജി വേണ്ടേ? എനിക്ക് വേണ്ട അവളെയാണ്, ഗാഥേനെ, അതായത് നിങ്ങളുടെ മോളെ. അവൾ ഒരു കാരണവശാലും കോടതി സാക്ഷി പോയി പറയരുത്, എനിക്കെതിരെ മൊഴി കൊടുക്കരുത്, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തന്നെ മഹേശ്വരൻ പറഞ്ഞു, ഇല്ല ബാലാജി, ഒരു കാരണവശാലും അവൾ പോയി പറയില്ല, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം. ഇതൊക്കെ നിങ്ങൾ പറയും, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവളെ അവിടെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറയാണ്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറയാം. ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാം ബാലാജി? അവൾ എൻ്റെ മോളല്ലേന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവളെ വേണം, അവൾക്കൊരു പോറൽ പറ്റിയ എനിക്ക് സഹിക്കുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലാജി പറഞ്ഞു, എന്നാ നിങ്ങളുടെ കാര്യം ചെയ്തോ, ഇന്ത്യ വാരത്തില് എല്ലാവരും സത്യങ്ങൾ അറിയാൻ പോകും. നിങ്ങൾ ഗാഥനെ വിട്ടു തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ മകനെ നിങ്ങൾ ഇത്രയും കാലം കെട്ടി ഉയർത്തിക്കൊണ്ടു നിങ്ങളുടെ അന്തസ്സും അഭിജാതയൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവെന്ന് പറയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ ആത്മഹത്യയും പിന്നെ നിങ്ങളുടെ മകന് ഉയർന്ന നിലയിൽ നിൽക്കുന്ന അവന്റെ അന്തസ് ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാവും. ഏത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഗാഥ വേണോ അതോ നിങ്ങളുടെ വീടും കുടുംബവും നിങ്ങൾക്ക് വേണോ? എന്ത് വേണം നിങ്ങൾക്ക് തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാമോ എന്ന് പറയാം. ഇത് കേട്ടത് മഹേശ്വരൻ പോയി കാല് പിടിക്കുക, ബാലാജി ഇങ്ങനൊന്നും പറയരുത്, അവളെ എനിക്ക് വേണം, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവളെ വിട്ടു തരണമെന്ന് പറയണം. ഇത് നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മകള് വേണോ അതോ നിങ്ങളുടെ കുടുംബജീവിതം വേണോന്ന് ഒരു തീരുമാനമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി.
പറഞ്ഞു കേട്ടല്ലോ, ഈ ബാലാജിനെ നിനക്ക് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞു, അതെ, അവള് കോടതി വന്ന് നിങ്ങൾക്കെതിരെ ഒന്നും മൊഴിയൊന്നും പറയില്ല. ഈ മഹേശ്വരൻ തരുന്ന വാക്കാന്ന് പറയണം. പിന്നെ നിങ്ങളെപ്പോലെയല്ല നിങ്ങളുടെ മകള്. നിങ്ങൾ പഠിച്ച കള്ളനാ. പക്ഷെ നിങ്ങളുടെ മോളുണ്ടല്ലോ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, അല്ലാതെ വാക്ക് മാറില്ല. എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനല്ല. എന്ത് തന്നെ ഒരു തീരുമാനമാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം എന്നും പറഞ്ഞ് ബാലാജി അങ്ങോട്ട് കയറി പോവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മഹേശ്വരൻ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.